ബഡ്ജറ്റഡ് ആയിട്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ മൂകാംബികയിലോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ, സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു സീനിയർ സിറ്റിസൺസ്. നാളെ സൗത്തിൽ നിന്നാണ് ഞാൻ ട്രെയിൻ കയറുന്നത്. മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ദിവസവും പകൽ 1:25 നമ്മുടെ എറണാകുളം സൗത്തിൽ നിന്നുണ്ട് ട്രെയിനിൽ മൂകാംബികക്ക് നിയർ ബൈ സ്റ്റേഷൻ എന്ന് പറയുന്നത് കുന്താപുരയാണ്. ഇപ്പർ ടിക്കറ്റ് ചാർജ് വരുന്നത് 360 രൂപയാണ് ഒരാൾക്ക്. 3 ടയർ AC ആണെന്നുണ്ടെങ്കിൽ 935 രൂപ വരും. തീർത്തും ബഡ്ജറ്റഡ് അല്ല നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ 3 ടയർ AC ആണ്. എന്താണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. സമയമായതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ് സ്ലീപ്പർ ടിക്കറ്റ് എടുത്തത്. AC വേണമെന്നുള്ളൊരു നിർബന്ധം കൊണ്ടൊന്നുമല്ല. ഫാമിലി ആയിട്ട് പോകുമ്പോൾ എപ്പോഴും ഞാൻ ഈ സ്ലീപ്പർ ടിക്കറ്റുകൾ എടുക്കാറില്ല. കാരണം നേരത്തെ നോർത്തിലോട്ടൊക്കെ ആയിരുന്നു ഈ ഒരു പ്രശ്നം. പക്ഷെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഈ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം റൈറ്റ് ടൈമിൽ തന്നെ എടുത്തു. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെയുള്ള ട്രെയിനിന്റെ അവസ്ഥകൾ ഞാൻ കാണിച്ചു തരാം. സംസ്ഥാനക്കാർ മാത്രമല്ല നമ്മുടെ നാട്ടുകാരും ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കും. TTR പോലീസും ഒക്കെ വന്ന് ഒന്നിറക്കി വിടും. ഉള്ള ഏറ്റവും വലിയ പ്രശ്നം വാഷ്റൂം ഫെസിലിറ്റിയാണ്. അത് ഇതിൽ വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതാണ് ഫാമിലി ആയിട്ട് പോകുമ്പോൾ എപ്പോഴും 2 ടയർ AC 3 ടയർ AC പ്രിഫർ ചെയ്യുന്നത്. 1:30 റൈറ്റ് ടൈം. അപ്പോൾ ട്രെയിൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. 12 മണിയായപ്പോൾ നമ്മുടെ കുന്താപുര റീച്ച് ചെയ്തു. ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ 6 തൊട്ട് വൈകിട്ട് 8 വരെയും ബസ് സർവീസ് ഉണ്ട്. ഇപ്പം നമ്മൾ രാത്രിയിലാണ് വന്നിറങ്ങിയത് കൊണ്ട് ഇവിടുന്ന് ബസ് കിട്ടത്തില്ല, ടാക്സി വിളിക്കണം. റൂം എടുത്തത് ഇവിടെ ഒരു മലയാളി ആശ്രമത്തിലാണ്. അപ്പോൾ ആശ്രമത്തിൽ നിന്ന് തന്നെ വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ടാക്സിക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്തോളും. അതുപോലെ തന്നെ ഓട്ടോ സർവീസും ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ. മലയാളി ടാക്സി ഡ്രൈവറെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറയുവാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്ത് റൂമിലോട്ട് കൊണ്ടുപോകും. സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ അമ്പലം വരെ ഏകദേശം 48 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം കൊള്ളൂർ മൂകാംബികയിൽ എത്തി. രാമകൃഷ്ണ റെസിഡൻസി മലയാളികളുടെയാണ്. സ്വാമിയാണ് നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഏതോ ട്രസ്റ്റിന്റെ ആണെന്നാണ്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഇതൊക്കെ ഒരു കുഞ്ഞ് അമ്പലമൊക്കെ ഉണ്ട്. ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ അമ്പലത്തിലോട്ട്. പേർക്ക് താമസിക്കാവുന്ന അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ഫാമിലി ബെഡ്റൂമിന് ഇവിടെ ചാർജ് വരുന്നത് നോർമൽ ടൈമിൽ 900 രൂപയും സീസൺ ടൈമിൽ 100 രൂപ കൂടുതലാണ്, 1200 രൂപ. നീറ്റ് ആയിട്ടുള്ള അക്കോമഡേഷൻ ആണ്. കൂടാതെ ഇവരുടെ തന്നെ മെസ്സ്, കേരള ഫുഡ് കിട്ടുന്ന മെസ്സും തൊട്ടടുത്ത് തന്നെയുണ്ട്. ഫുഡെല്ലാം റീസണബിൾ ചാർജ് ആണ്. ഒരു ഹോംലി ഫീലുള്ള ഫുഡാണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ചുറ്റു പരിസരത്തും ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. 200 മീറ്ററേ ഉള്ളൂ അമ്പലത്തിലോട്ട്. അതിൽ എണീറ്റ് ഞങ്ങൾ അമ്പലത്തിലോട്ടുള്ള യാത്രയാണ്. അംബികാദേവിനെ കാണാൻ വരുമ്പോഴല്ല എനിക്കിത് സത്യം പറഞ്ഞൊരു കേരള സെയിം ഫീലിംഗ് തന്നെയാണ് തോന്നാറ്. ഇവിടെ കട നടത്തുന്നവരും അതുപോലെ തന്നെ ബസ്സിലും ബോർഡുകളും ഭൂരിഭാഗവും മലയാളത്തിൽ തന്നെ. ഞാൻ പറഞ്ഞ ക്രിസ്മസിന് അന്നാണ് വിസിറ്റ് ചെയ്തത്. ഒരുപാട് തിരക്ക് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ നോർമൽ തിരക്ക് മാത്രമേ ഉള്ളൂ. നേരത്തെ കാണിച്ച ഹോട്ടലിൽ 24 അവേഴ്സും റൂം സർവീസ് ഉണ്ട്. ഹോട്ട് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്. റെഗുലർ ആയിട്ട് വരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഇൻഫർമേഷൻസ് തന്നെയാണ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫോക്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നവരെയാണ്. നാട്ടിലെ പല ഏജൻസികളും 5000-ന് മുകളിൽ ചാർജ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാക്കേജിന്. ആ ഒരു എക്സ്പെൻസിൽ പലപ്പോഴും നമുക്ക് ഫുൾ ഫാമിലിക്ക് ഇവിടെ ഒന്ന് തൊഴുതു പോകാൻ സാധിക്കും. താമസിച്ച ആ റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അവിടുന്ന് ഉടുപ്പി, കുടജാദ്രി, മുരുടേശ്വര ക്ഷേത്രത്തിലോട്ടൊക്കെ പോകാൻ ബസ്സുകൾ ലഭിക്കും. പിന്നെ നമ്മുടെ റൂം ഓണറോട് പറയുവാണെങ്കിൽ അവർ തന്നെ ടാക്സി അറേഞ്ച് ചെയ്യും. റീസണബിൾ ചാർജിൽ തന്നെ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലെല്ലാം അവർ കൊണ്ട് തൊഴിക്കും. ഇതോടെ വന്നപ്പോൾ ഞാൻ നേരിട്ട് വണ്ടി വിളിച്ചപ്പം എനിക്ക് അതിനേക്കാളും കൂടുതൽ ചാർജ് ആ ടാക്സി ഡ്രൈവർ മേടിച്ചു. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കൂടുതലും ബസ്സിലാണ് പോവാറ്. എപ്പോഴും ബസ്സും ഉണ്ട്. ബസ്സിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. തിരക്ക് തീരെ കുറവായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഈവനിങ് നടന്നു വന്ന് ഒന്നുകൂടി തൊഴുതു. തോന്നുന്ന അവധി ദിവസം ആയതുകൊണ്ട് തിരക്കായിരിക്കും എന്നോർത്ത് ആരും വരാത്തതാണ്. കുഞ്ഞുമക്കൾ ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. എല്ലാവരും മലയാളികളാണ് കേട്ടോ. ദിവസം രാവിലെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പൊ ഇന്ന് മംഗലാപുരത്തിനാണ് പോകാനുള്ളത്. കാരണം അവിടെ ഒരു അമ്പലത്തിലും കൂടി കയറാനുണ്ട്. മംഗലാപുരത്ത് നിന്ന് വന്ദേ ഭാരതാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്ന് വെളുപ്പിനെ 6:20 ട്രെയിൻ എടുത്താൽ കൃത്യം 11:45 എറണാകുളത്ത് എത്തും. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഓൾ.